നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. മകന്റെയും ഭാര്യയുടെയും മർദ്ദനം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങിയ വയോധികരായ മാതാപിതാക്കളെ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് അനാഥാലയത്തിലേക്ക് മാറ്റി. അരിമ്പൂർ കൈപ്പിള്ളി റിംഗ് റോഡിൽ താമസിക്കുന്ന പ്ലാക്കൻ വീട്ടിൽ 79 വയസ്സുള്ള തോമസ്, ഭാര്യ 76 വയസ്സുള്ള റോസിലി എന്നിവരാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ വയോധികരെ മണലൂരിലുള്ള അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ജോലിയിൽ നിന്ന് വിട്ട ശേഷം സ്വസ്ഥമായി കഴിയുന്നതിനിടെ 2 മക്കളിൽ ഒരാളോടൊപ്പം താമസമായി. തോമസിന്റെ വരുമാനം നിലച്ചതാണ് വയോധിക ദമ്പതികൾക്ക് നേരെ മരുമകൾ ശത്രുതാ നിലപാട് കൈക്കൊണ്ടതെന്നാണ് പറയുന്നത്. റോസിലിയെ മരുമകൾ സ്ഥിരമായി മർദ്ദിക്കാറുള്ളതായി അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കൂടി മർദ്ദനം തുടർന്നു. മുഖത്തും തലയിലും മർദ്ദിച്ച് ഭാര്യയെ വശം കെടുത്തിയതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് തോമസ് പറഞ്ഞു. മർദ്ദനത്തിന്റെ വിവരങ്ങൾ നാട്ടുകാരാണ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് കൗൺസിലർ മാലാരമണനും അന്തിക്കാട് പോലീസും ഇവരുടെ വീട്ടിലെത്തി. ജോലിക്ക് പോയ മരുമകൾ തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ തങ്ങളെ കണ്ടാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ തോമസും റോസിലിയും തങ്ങളുടെ സാധനങ്ങളുമായി വീട് വിട്ടുപോകാൻ നിൽക്കുകയായിരുന്നു. ഈ സമയം സാമൂഹ്യനീതി വകുപ്പാണ് ഇവർക്കായി താമസ സ്ഥലം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയ ശേഷം ഇരുവരും വാർഡ് മെമ്പർ ജില്ലി വിൽസൺ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മണലൂരിലുള്ള വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് താമസം മാറ്റുകയായിരുന്നു. പരാതി ലഭിച്ച സാഹചര്യത്തിൽ വയോധികർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. താന്യം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സദാനന്ദൻ, ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ജനപ്രതിനിധികളായ TB മായ, ആൻഡോ തൊറയൻ, രതി അനിൽകുമാർ, മിനി ജോസ്, രഹന പ്രജു, പ്രജീഷ രതീഷ്, ഗുണസിംഗ് VK, KB സദാശിവൻ, സനിത സജൻ, CL ജോയ്, സതി ജയചന്ദ്രൻ, മീന സുനിൽ, ജിഷ്ണു പ്രേമൻ, ശ്രീകല സന്തോഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. ചിത്രശലഭങ്ങളുടെ ഗവേഷണത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ കമൽജിത്ത് കരുണാകരനെ ചടങ്ങിൽ അനുമോദിച്ചു. 279 പോയിന്റ് നേടി സ്റ്റോൺ ഫെറി ക്ലബ്ബ് കീഴ്പള്ളിക്കര ഓവറോൾ കിരീടം സ്വന്തമാക്കി. 138 പോയിന്റോടെ നിസ് സാംസ്കാരിക വേദി 2ാം സ്ഥാനം കരസ്ഥമാക്കി. താന്യം ഗ്രാമപഞ്ചായത്ത് നടത്തിയ കേരളോത്സവ സമാപന വേദി ഇരുട്ടിലാക്കിയതിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലും സദസ്സിലും വെളിച്ചമില്ലാത്ത അവസ്ഥ യുവജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ തൊറയൻ, മിനി ജോസ് എന്നിവർ പറഞ്ഞു. പഞ്ചായത്ത് നടത്തിയ കേരളോത്സവം, ആ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിൽ സമയം വളരെ വൈകിട്ടാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ ദീർഘമായൊരു പ്രസംഗത്തിന് അല്ലെങ്കിൽ അവിടെ അഭിപ്രായം പറയാൻ നിൽക്കാഞ്ഞത് അതുകൊണ്ടാണ്. എന്തെന്നായാലും 5 മണിക്ക് വെച്ച പരിപാടി 5:30 തുടങ്ങുകയും ആ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇന്നലത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇരുട്ടായ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ വെളിച്ചം വേണം എന്നുള്ള കാര്യം, സ്റ്റേജിൽ പോലും വെളിച്ചമില്ലാതെ ഓഡിയൻസിന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു പന്തലായിരുന്നു. ആ പന്തലിലായിരുന്നു ഈ പരിപാടി നടന്നത്. കേരള മഹിളാ സംഘം നാട്ടിക മണ്ഡലം ഏകദിന പഠന ക്യാമ്പ് പെരിങ്ങോട്ടുകര KP സ്മാരക മന്ദിരത്തിൽ നടത്തി. മുതിർന്ന അംഗം അമ്മിണി അപ്പുക്കുട്ടൻ പതാക ഉയർത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ അധ്യക്ഷയായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, KP സന്ദീപ്, ഷീല വിജയകുമാർ, മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അന്ധവിശ്വാസവും അനാചാരങ്ങളും എന്ന വിഷയത്തിൽ സ്വർണലത ടീച്ചറും മഹിളാ സംഘം സംഘടന എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി KS ജയയും ക്ലാസ് നയിച്ചു. സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം, അതെങ്ങനെ സംഘടന പ്രവർത്തനത്തിൽ സഹായിക്കുമെന്ന് M മുകേഷ് വിശദീകരിച്ചു. ഷീല ബൈജു, സീന കണ്ണൻ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. ശുഭ സുരേഷ്, ഷീബ ലക്ഷ്മണൻ, സീന അനിൽകുമാർ, സംഗീത മനോജ്, ഷജിത മധുലാൽ എന്നിവർ സംസാരിച്ചു.
വർഗീയത ഊതിക്കാച്ചി സംഘപരിവാറിന് മരുന്നിട്ട് കൊടുക്കുന്ന പണിയിൽ നിന്നും CPM പിന്മാറണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് പറഞ്ഞു. CPM-നും BJP-ക്കും ഇപ്പോൾ ഒരേ ഭാഷയാണ്. മുസ്ലിം വിദ്വേഷവും വിഭാഗീയതയും പടർത്തി ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനാണ് എന്ന് മുഖ്യമന്ത്രി പറയണം. സ്വന്തം അടിത്തറ ഭദ്രമാക്കാൻ വേണ്ടി സമൂഹത്തിൽ വിഭാഗീയത പടർത്തുന്ന രാക്ഷസ നയത്തിൽ നിന്നും മുഖ്യമന്ത്രി പിൻവാങ്ങണമെന്നും അവർ പറഞ്ഞു. സ്നേഹദിനം വികാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, കമ്മിറ്റി അംഗം സണ്ണി മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, ജനറൽ കൺവീനർ TM കുഞ്ഞിപ്പ, കൺവീനർ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.